ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു മടക്ക് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ റേഷൻ കടയിലെ മാവാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തു. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി കുറച്ച് എടുത്തു. അതിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ആ പകുതി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ, അതിന് 2 ടീസ്പൂൺ പഞ്ചസാര കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. അത് ഇളക്കി യോജിപ്പിച്ചു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിലോട്ട് വെച്ചു. ആ പാൻ ചൂടായി വന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് മാവ് മാറ്റി വെച്ചിരിക്കുന്ന മാവ് കൂടി ഒഴിച്ചു കൊടുത്ത് ചുട്ട് എടുക്കുകയാണ്. അപ്പോൾ സ്കൂൾ വിട്ടൊക്കെ കുഞ്ഞുങ്ങൾ വരുമ്പം എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ടപ്പെന്ന് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്യും. മധുരമൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നിട്ട് ആ ദോശ ചുട്ട് വന്നപ്പോൾ അതിൻ്റെ നടുക്കോട്ട് ഞാൻ ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ച് കൊടുത്ത് മടക്കി എടുക്കുകയാണ്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇതേപോലെ രാവിലെ നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ അരി തലേന്ന് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ടപ്പെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാവുണ്ടെങ്കിൽ ഗോതമ്പ് മാവോ ഇത് മൈദ വെച്ചും ഗോതമ്പ് മാവ് വെച്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഗോതമ്പ് മാവ് വെച്ചാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും ബാക്കിയിരുന്ന മാവ് കൂടി ചുട്ടെടുത്ത് എല്ലാവർക്കും കൊടുത്തു. ഞാനും ഒരെണ്ണം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു പലഹാരമാണ് കൂട്ടുകാരെ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബായ്.